നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമൊക്കെ വന്നപ്പോൾ അന്നും ഇന്നും ചില ആളുകൾ മാത്രമാണ് പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ഈ ഒരു ഗർഭചിത്ര ആരോപണം ഉയർന്നു വന്നപ്പോൾ ഇരയ്ക്കൊപ്പം തന്നെ നിന്നിട്ടുള്ള ഒരാളാണ് മാധ്യമപ്രവർത്തകയായിട്ടുള്ള ലക്ഷ്മി പത്മ. അവരെപ്പോഴും പലതരത്തിലുള്ള സൈബർ ബുള്ളിങ്ങും അതുപോലെ തന്നെ പല രീതിയിലുള്ള വിമർശനമൊക്കെ തന്നെ പല കോണുകളിൽ നിന്ന് ഉയരുമ്പോഴും അവരവരുടെ നിലപാടിൽ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. അതെന്തോ ആയിരിക്കട്ടെ, മറ്റുള്ളവർക്കത് തെറ്റോ ശരിയോ, അവർ പറഞ്ഞ കാര്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോഴിതൊരു ചില കമൻറ്റിൽ നിന്ന് തുടങ്ങിയതാണ്. ഇപ്പോൾ ഒരു വലിയ രീതിയിലുള്ളൊരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു കമൻറ്റ് തമ്മിലുള്ള ഒരു തല്ലിനിപ്പോൾ കാരണമായിരിക്കുകയാണ്. ചേച്ചി ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. അതെ അതെ, ലക്ഷ്മി പത്മ ഈ ഒരു ഓഡിയോ ക്ലിപ്പിൻ്റെ പേരിൽ ആ പെൺകുട്ടിയെ പോയി കണ്ടെന്നും ആ പെൺകുട്ടി പലവിധ കാര്യങ്ങൾ തന്നോട് സംസാരിച്ചെന്നൊക്കെ പറഞ്ഞ് ആദ്യം വരുന്നു. അതൊരു പക്ഷേ താൻ വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന മാധ്യമത്തിൽ തന്നെ കൊടുക്കുന്നു. ആദ്യം പോസ്റ്റ് ഇടുന്നു. ഒരു പക്ഷേ പോയി കണ്ടിരിക്കാം, സംസാരിച്ചിരിക്കാം. പക്ഷേ നല്ലൊരു സുഹൃത്താണെങ്കിൽ ഒരിക്കലും അത് പബ്ലിക്കാക്കരുതായിരുന്നു. ആ കുട്ടിയുടെ അനുവാദമുണ്ടെങ്കിൽ പബ്ലിക്കാക്കുന്നതിന് കുഴപ്പമില്ല. അനുവാദമുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയില്ല. അനുവാദമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പെൺകുട്ടി പുറത്ത് പരാതിയുമായി വരുമായിരുന്നല്ലോ, അല്ലേ? സ്വയം വേണ്ട ഇത്തരത്തിലുള്ള ഈ സോഷ്യൽ മീഡിയ പുള്ളിങ് നേരിടാൻ അല്ലെങ്കിൽ സൈബർ ആക്രമണം നേരിടാൻ വയ്യാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ താൻ ഒരുപക്ഷെ സ്നേഹിച്ചിരുന്ന അല്ലെങ്കിൽ താൻ ബഹുമാനിച്ചിരുന്ന വ്യക്തിയെ ഇനി വീണ്ടും ഇതിലേക്കൊക്കെ വലിച്ചിടണ്ട എന്ന് കരുതിയോ മറ്റെന്തെങ്കിലുമൊക്കെ റീസൺ കാണും ഈ പെൺകുട്ടിക്ക്. ഈ രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചു എന്ന് പറയുന്ന പെൺകുട്ടിക്ക് പറയാൻ. ഒരു പക്ഷേ അത് സുഹൃത്തിനോടെന്നുള്ള രീതിയിൽ ലക്ഷ്മിയോട് സംസാരിച്ച് കാണും. ലക്ഷ്മി പക്ഷേ എന്തിനാണ് അത് പുറത്തു വിട്ടത് എന്നുള്ളത് അറിയില്ല. ഒരു നല്ല സുഹൃത്താണെങ്കിൽ ഒരിക്കലും അത് പുറത്തു വിടില്ല. ആ പെൺകുട്ടി അറിഞ്ഞുകൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും ആ പെൺകുട്ടി തന്നെ പരാതിയുമായി മുന്നോട്ട് വന്നേനെ. ഒരിക്കലും അതിന് മീഡിയേറ്ററായിട്ട് ലക്ഷ്മി പത്മയുടെ ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിന് എന്ന വ്യക്തിയെ എന്താണ് ഹറാസ് ചെയ്യുക അല്ലെങ്കിൽ തേജോവധം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. കാരണം ഒരു പരാതി ഉണ്ടെങ്കിൽ പരാതി കൊടുക്കാൻ നമുക്കിവിടെ നിയമമുണ്ട്. മാത്രമല്ല നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇരയോടൊപ്പം നിൽക്കും, എന്ത് വന്നാലും നിൽക്കും, ഒന്ന് പരാതിപ്പെടൂ എന്ന് അങ്ങോട്ട് പറയുകയും ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുകയും IPS പദവിയിലുള്ള ഉദ്യോഗസ്ഥ 3 തവണ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ കയറി ഇറങ്ങുകയും ചെയ്തു. എന്നിട്ടും പരാതിപ്പെടാൻ താല്പര്യമില്ലാത്ത ഈ പെൺകുട്ടി, നമുക്ക് ഏതാണെന്നുള്ളത് അറിയില്ല, ആ പെൺകുട്ടി ലക്ഷ്മി പത്മയോട് മാത്രമായിട്ട് സംസാരിക്കുന്നു. ഓക്കെ, സുഹൃത്തെന്നുള്ള രീതിയിൽ കേൾക്കുന്നത് നല്ലത്, അല്ലെങ്കിൽ അവരുടെ സർക്കിളിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നത് നല്ലത്. പക്ഷെ ഒരു മാധ്യമത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് അത്തരത്തിലുള്ള പോസ്റ്റ് ഇടുമ്പോൾ അത് വീണ്ടും മറുഭാഗത്തുള്ള വ്യക്തിയെ തേജോവധം ചെയ്യുന്നതിന് തുല്യമാണ്. അത് എന്തുകൊണ്ടും ശരിയായില്ല എന്ന് ഞാൻ അന്നത്തെ ചർച്ചയിൽ പറഞ്ഞിരുന്നു. അത് അവിടെ കൊണ്ട് കഴിഞ്ഞു. അത് എന്തിനാണ് ലക്ഷ്മി പത്മ ചെയ്തതെന്ന് ചോദിച്ചാൽ ഇന്നും എനിക്കറിയില്ല. ആ പെൺകുട്ടി പറഞ്ഞതാണെങ്കിൽ തീർച്ചയായിട്ടും നിയമപരമായിട്ട് പോവുകയാണ് ചെയ്യേണ്ടുന്നത്. അതല്ല, പെൺകുട്ടിയുടെ അനുവാദം ഇല്ലാണ്ടാണ് ചെയ്തതെങ്കിൽ സ്വന്തം കൂട്ടുകാരിയോട് ചെയ്ത ഏറ്റവും വലിയ ഒരു തെറ്റാണ് ലക്ഷ്മി പത്മ ചെയ്തത്. ഇത് ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു. ഇനി എന്ത് തന്നെ ആയിക്കോട്ടെ, അത് കഴിഞ്ഞു. ഒരു പക്ഷേ എന്ത് തന്നെ ആയിക്കോട്ടെ, പോസ്റ്റ് ഇട്ടു അല്ലെങ്കിൽ മാധ്യമത്തിൻ്റെ അടുത്ത് വിളിച്ചു കൂവി, അതിന് ശരിക്കും സൈബർ അറ്റാക്ക് ലക്ഷ്മി പത്മ നേരിട്ടു എന്ന് വെച്ച് അവരെ സ്ഥിരം അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതി ഒരു പക്ഷേ സൈബർ ഇടങ്ങളിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന അത് അത്ര നല്ല പ്രവണതയല്ല. അവരൊരു മാധ്യമ പ്രവർത്തകയാണ്, അവർക്കൊരു ഇത് ചെയ്തു, അത് കഴിഞ്ഞു, അതിൻ്റെ ഭാഗം കഴിഞ്ഞു. അവർ ഈ ഇടയ്ക്ക് ഒരു സാരി ഉടുത്തോണ്ട് സാരിഗമയല്ല അങ്ങനെ എന്തോ ഒരു പോസ്റ്റ് ഇട്ട്, സാരി ഉടുത്തൊരു പോസ്റ്റ് ഇട്ടു. അതിന് വന്ന തെറി കമൻറ്റുകൾ ചില്ലറയല്ല. അതിൽ ഒരു കോൺഗ്രസ് പ്രവർത്തക ഫാത്തിമ, അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു പേര്, ഫർഹ ഫാത്തിമ ഒരു പോസ്റ്റ് ഇട്ട്. നിരവധി പേര് അതിനകത്ത് റോങ് കമൻറ്റുകളും നല്ല കമൻറ്റുകളും ഇടുന്നുണ്ട്. പക്ഷേ അതിൽ ഫർഹ ഫാത്തിമ ഒരു മഹിളാ കോൺഗ്രസ് പ്രവർത്തകയാണ്. അവരിട്ടത് അബോർട്ട് ചെയ്ത ഗമയാണോ എന്നുള്ളത്, സരിഗമയല്ല, അബോർട്ട് ചെയ്ത ഗമയാണോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നു. അതിന് ലക്ഷ്മി പത്മ മറുപടി കൊടുക്കുന്നു. അവർക്ക് എന്തോ അബദ്ധം പറ്റിയത് അവർ വന്നു പറഞ്ഞു, അതൊന്നും ആക്രമണമല്ല, ഗർഭനിരോധന മാർഗങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടത് ആവശ്യമുള്ള കാര്യമാണ്, അത് നിലവാര തകർച്ചയല്ല. ആ അവബോധം ജനപ്രതിനിധികൾക്ക് പോലും ഇല്ലാത്ത കാലത്ത് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കണം. പിന്നെ പറയൂ, എന്താണ് പറ്റിയത്, ആർക്കാണ് ഇത് എന്തോ ഗർഭം അബോർട്ട് ചെയ്തത്,
താങ്കൾക്ക് എന്താണ് പറ്റിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി പത്മ അങ്ങോട്ട് ചൊറിഞ്ഞുകൊണ്ടിട്ടു. അപ്പോൾ ഫർഹ ഫാത്തിമ ഇങ്ങോട്ട് ഇട്ടു, ലക്ഷ്മി പത്മ അങ്ങോട്ട് ചൊറിഞ്ഞുകൊണ്ടിട്ടു. പിന്നെയും ഫാത്തിമ എന്ത് ചെയ്തു, ഇത്രയും അഭിഷേകം കൊണ്ട് വീണ്ടും ഒരു കമന്റ് ഇട്ടു. ശരിക്കും രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ട്. ഒന്നുകിൽ ലക്ഷ്മി പത്മ അതിന് കൃത്യമായിട്ട് മറുപടി കൊടുക്കാം, സോഷ്യൽ മീഡിയയിലൂടെ നല്ല രീതിയിൽ മറുപടി കൊടുക്കുക തന്നെ വേണം, ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കുക തന്നെ വേണം. കാരണം ലക്ഷ്മി പത്മയെ അങ്ങനെ തേജോവധം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കൊടുക്കാം, താങ്കൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് കൊടുക്കാം, അപ്പോൾ അതിൻ്റെ മറുപടി കിട്ടുമല്ലോ. അല്ലാതെ അത് മറ്റേ ഗർഭനിരോധന ഇതിൻ്റെ ഉറയുടെ കാര്യവും അല്ലെങ്കിൽ മറ്റേ കാര്യമൊന്നും ഇട്ട് അത് രാഹുലിൻ്റെ വഴിയെ പിന്നെ അടിച്ചു ഓടിച്ചു വിടേണ്ട കാര്യമില്ലല്ലോ. അപ്പം കമൻറ്റ് കൊടുക്കുമ്പോൾ, തിരിച്ച് മറുപടി കൊടുക്കുമ്പോൾ നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് പച്ചയ്ക്ക് ചോദിക്കുക, അല്ലെങ്കിൽ വിളിച്ചു വരുത്തി ചോദിക്കുക, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അത് കൃത്യമായ നല്ല മാധ്യമ പ്രവർത്തകരുടെ ഭാഷയിൽ ചോദിക്കാം. അപ്പോൾ തിരിച്ചെന്തായാലും ഒരു മറുപടി വരിക. തെറിയഭിഷേകമാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് എന്ത് ചെയ്യാം, നിയമപരമായിട്ട് മുന്നോട്ട് പോകാം. പക്ഷേ ഇതിൽ ലക്ഷ്മി പത്മ എല്ലാവർക്കും കമൻറ്റുകൾക്ക് മറുപടി കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഇതിങ്ങനെയുള്ളവർ പലതും പല രീതിയിലും വരും, പല കമൻറ്റുകളും, പല റോങ് കമൻറ്റും. നമുക്കൊന്നും ഇതിനൊന്നും കമൻറ്റിന് മറുപടി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്തരത്തിൽ ഒരു മാധ്യമപ്രവർത്തകർ എന്നുള്ള രീതിയിൽ അവരോട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൈബർ അറ്റാക്ക് അത്ര നല്ല ശീലമല്ല. പിന്നെ അതിൽ എനിക്കൊരു കമൻറ്റിൽ ഒരു PC പുല്ലമൻതോൾ എന്ന് പറയുന്ന അദ്ദേഹം ഇങ്ങനെ ഒരു കമൻ്റ് ഇട്ടു. സാരി ഗമയുണ്ടായിട്ട് കാര്യമില്ല, സൗന്ദര്യം സാരിയുടെ ഗമയിലാണെന്ന് നടിക്കുന്നവരുടെ അടുത്ത് എന്ത് പറയാൻ? ആദ്യം സൗന്ദര്യം മനസ്സിന് കൊടുക്കുക, അതിനുശേഷം നാവിനും. അതില്ലാതെ ഇന്നത്തെ കാലത്ത് വില കൂടിയ വസ്ത്രം ആർക്കും ഉപയോഗിക്കാം, ആരാ അതെല്ലാം മൈൻഡ് ചെയ്യുന്നേ എന്നുള്ളത്. വലിയ ഇതുള്ള കമൻ്റ് അല്ല, മാന്യമായിട്ടുള്ള ഒരു കമൻ്റാണ്. അദ്ദേഹത്തിന് എന്തോ ഒരു നീരസമുണ്ട്, അതിൻ്റെ കമൻ്റാണ് കൊടുത്തത്. പക്ഷേ അതിന് ലക്ഷ്മി പത്മ കൊടുത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. താങ്കൾക്ക് എല്ലാം അറിയാം എന്നാണ് എൻ്റെ അറിവ്. താങ്കൾ ഇതുമായി ബന്ധപ്പെട്ട് വനിതാ നേതാക്കളെ വിളിച്ചതിൻ്റെ ഫോൺ റെക്കോർഡിങ്സ് പോലും ഉണ്ടല്ലോ. കാറ്റുള്ളിടത്തേക്ക് തൂറ്റുക എന്നതാണോ രീതി? ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പ്രവർത്തകനാണ് താങ്കളെങ്കിൽ ന്യൂസ് മലയാളം ഓഫീസിലേക്ക് വരിക, കാര്യങ്ങൾ കുറച്ചുകൂടി ബോധ്യപ്പെടുത്താൻ തെളിവ് സഹിതം, അല്ലെങ്കിൽ എന്നെ വിളിക്കൂ, താരെ പോലുള്ളവരുടെ ചോദിച്ചാൽ എൻ്റെ നമ്പർ കിട്ടും. പിന്നെ നിങ്ങൾക്ക് എന്താണ് ശരിക്കും ഇഷ്യൂ? ആ വ്യക്തി ഒന്നും പറയുന്നില്ലല്ലോ, അയാൾക്ക് വസ്തുതകൾ തള്ളിപ്പറയാൻ രാഹുലാണ്. ഓഫീസിലേക്ക് വരൂ, കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ലക്ഷ്മി പത്മയോട് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, ഈ പെൺകുട്ടി പുറത്തേക്ക് വരട്ടെ. ലക്ഷ്മി പത്മയല്ല ബോധ്യപ്പെടുത്തേണ്ടുന്നത്, ആ പെൺകുട്ടിയും രാഹുൽ മാങ്കൂട്ടത്തിലുമാണ് ബോധ്യപ്പെടുത്തേണ്ടത്. നിങ്ങൾ അവരുടെ രണ്ടുപേരുടെയും സ്വകാര്യ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറിയ വ്യക്തിയാണ്. ഇതിലാണ് എനിക്കൊരു വിമർശനമുള്ളത്. അല്ലാതെ ഇന്ന് ലക്ഷ്മി പത്മയെ ഈ ഒരു സൈബർ അറ്റാക്ക് ചെയ്യുന്നവരോട് അത്ര നല്ല ഇത് എനിക്കില്ല. കാരണം അതൊരു മാധ്യമ പ്രവർത്തകയാണ്, അവരെ ഇത്രത്തോളം ക്രൂശിക്കേണ്ട ഒരു പാതകമൊന്നും അവർ ചെയ്തിട്ടില്ല. ഒരു കാര്യം പറഞ്ഞു, അത് അവരുടേതായ നിലപാടിൽ നിന്നുകൊണ്ട് അവരത് പറഞ്ഞു. പക്ഷെ അത് അവിടെ കൊണ്ട് കഴിയുക. പിന്നെ അവർ ഇടുന്ന പോസ്റ്റിൻ്റെ ഒക്കെ താഴെ കൊണ്ടുവന്ന് ചൊറിയേണ്ട കാര്യമില്ല. പക്ഷെ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ഇപ്പോൾ ലക്ഷ്മി പത്മ പറയുന്നുണ്ടല്ലോ, ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ, ഓഫീസിലേക്ക് ന്യൂസ് 24 ഓഫീസിലേക്കല്ല വരേണ്ടുന്നത്. നിങ്ങൾക്ക് എന്താണോ ബോധ്യപ്പെടുത്താനുള്ളത് നിങ്ങളല്ല ബോധ്യപ്പെടുത്തേണ്ടുന്നത്, ഈ പെൺകുട്ടിയാണ് ബോധ്യപ്പെടുത്തേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിലാണ് ജനങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്തുക. അല്ലാതെ അവരുടെ രണ്ടുപേരുടെയും സ്വകാര്യ ജീവിതത്തിൽ ഒരു സുഹൃത്തെന്നുള്ള രീതി ഇടിച്ചു കയറിയിട്ട് അത് മാധ്യമങ്ങളുടെ മുമ്പിൽ റീച്ച് കൂട്ടത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ ലക്ഷ്മി പത്മ എന്നൊരു വ്യക്തി ഉണ്ട് എന്ന്, മാധ്യമപ്രവർത്തകയുണ്ട് എന്ന് അറിയിപ്പിക്കാൻ തക്ക രീതിയിൽ നിങ്ങൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള കമൻറ്റുകൾ നിങ്ങൾക്ക് വരുന്നത് എന്നുള്ളത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നത്. കാരണം നിങ്ങളുടെ ജീവിതമല്ല, നിങ്ങളുടെ സുഹൃത്തിൻ്റെ ജീവിതമായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ അയൽവാസിയുടെ ജീവിതമായിക്കോട്ടെ, ബന്ധുവിൻ്റെ ജീവിതമായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ മകൻ്റെയോ ഭർത്താവിൻ്റെയോ ജീവിതം, അത് അവരുടെ സ്വകാര്യതയാണ്. ഒരിക്കലും അത് പുറത്ത് ഇടത്തക്ക രീതിയിലുള്ള ഇത് നിങ്ങൾക്കില്ല, റൈറ്റില്ല. കാരണം അത് അവരുടെ മാത്രമായിട്ടുള്ള സ്വകാര്യത നിറഞ്ഞ ജീവിതമാണ്. അപ്പം രാഹുലും ആ പെൺകുട്ടിയുമാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരാതിയുമായിട്ട് മുന്നോട്ട് പോകേണ്ടുന്നത്, അല്ലാതെ തേർഡ് പാർട്ടി അല്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം ഇന്ന് ഈ നിലയിൽ വരെ എത്തി നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് വഴിമുട്ടി നിൽക്കുന്നത് എന്ന് സ്വയം ചിന്തിക്കുക. നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ സാക്ഷിയാകാം എന്ന് ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞല്ലോ, എന്നിട്ടും എന്തുകൊണ്ടാണ് വഴിമുട്ടി നിൽക്കുന്നത്? 3 തവണ IPS ഓഫീസറായിട്ടുള്ള ഒരു സ്ത്രീ ഉദ്യോഗസ്ഥ ഈ പെൺകുട്ടിയെ ചെന്ന് കണ്ടു, ഒരു പരാതി തരുമോ എന്ന് കെഞ്ചി വരെ ചോദിച്ചു, എന്നിട്ടും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ തികച്ചും സ്വകാര്യതയാണ്. അത് അവരുടെ രണ്ടുപേരുടെ ഇടയിലുള്ള ഒരു പ്രശ്നമാണ്. അതിലേക്ക് വീണ്ടും വലിഞ്ഞു പിടിച്ച് കയറി ഇവരെ, ഈ പെൺകുട്ടിയെ, നിങ്ങളുടെ സുഹൃത്തെന്ന് പറയുന്ന പെൺകുട്ടിയെ, രാഹുലിനെയും ഒരുപോലെ തന്നെ സമൂഹത്തിൻ്റെ മുമ്പിൽ ചിത്രവധം ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യമെന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാകും. പിന്നെ അതിന് അദ്ദേഹം കൊടുത്ത ഒരു മറുപടിയാണ്,
ഞാൻ ഒരു തർക്കത്തിന് ഇല്ല. ആ കുട്ടി എന്നെ വന്നു കണ്ടു എന്ന് ഇപ്പോൾ നിങ്ങൾ പറയുന്നു. മുമ്പ് പറഞ്ഞത് ഞാൻ അവളെ പോയി കണ്ടു എന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ താങ്കളും ഷാഫി പറമ്പനും രാഹുലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഫോട്ടോയും വീഡിയോയും ആണ് ആദ്യം സോഷ്യൽ മീഡിയ പ്രചരിച്ചിരുന്നത്. അറിയാലോ, ലക്ഷ്മി പത്മയും കൂട്ടുകാരിയും എല്ലാവരും കൂടെ. ഇടതുപക്ഷ സൈബർ ഇടങ്ങളിൽ താങ്കളെയും രാഹുലിനെയും പറ്റിയായിരുന്നു ആദ്യ കഥകൾ പുറത്തു വന്നത്. അന്ന് എന്നെപ്പോലുള്ള ആളുകൾ നിങ്ങൾക്ക് വേണ്ടി എഴുതി, രാഹുലിന് വേണ്ടി എഴുതി. അതിനുശേഷം റിനിയുടെ അവർ തന്നെ പറയുന്നു രാഹുലിന് ഞാനാണ് റിക്വസ്റ്റ് അയച്ചതെന്ന്. അവർ പറയുന്നു മോശമായി എനിക്ക് മെസ്സേജ് അയച്ചിട്ടില്ല എന്ന്. പിന്നെ ചാറ്റിംഗ് ഇല്ലാത്ത ആണും പെണ്ണും ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടോ? രാഹുലിനെ ആവശ്യത്തിന് പീഡിപ്പിച്ചു, അതുപോരെ. കേരള പോലീസ് കേസെടുത്ത് അന്വേഷിക്കുന്നു. ആ കാര്യത്തിൽ ഇനി രാഹുൽ എന്തു പറയണം? രാഹുലിന്റെ വ്യക്തി ജീവിതത്തിലെ സ്വകാര്യത മുഴുവൻ മാധ്യമങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറയണോ? ലക്ഷ്മിയുടെ ജീവിത രഹസ്യങ്ങൾ മുഴുവൻ മാധ്യമങ്ങളുടെ മുമ്പിൽ പറയണോ? താങ്കളുടെ സഹപ്രവർത്തകയായ റിപ്പോർട്ടർ ചാനലിലെ ആ വനിതയെ പറ്റി എന്തേ ഒന്നും മിണ്ടാത്തത്? പിന്നെ രാഹുലിനെതിരെ നടപടി വി ഡി സതീശനോ രമേശ് ചെന്നിത്തലയോ എടുത്ത നടപടിയല്ല. KPCC കമ്മിറ്റിയും AICCയും എടുത്ത നടപടിയാണ് അത്. ആ നടപടിയെ രാഹുലും കേരളത്തിലെ കോൺഗ്രസ്സുകാരും അംഗീകരിക്കുന്നു. കേരളത്തിലെ യുവമുഖമായ രാഹുലിനെ പുറത്താക്കൽ കേരളത്തിലെ ഒരു കോൺഗ്രസ് പ്രവർത്തകനെയും നേതാവിനെയും സന്തോഷിപ്പിക്കുന്നില്ല. തൽക്കാലം അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. അത് ആജീവനാന്തം അല്ല പുറത്താക്കലും തിരിച്ചെടുക്കലും പാർട്ടികളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് ആജീവനാന്തമല്ല, പുറത്താക്കലും തിരിച്ചെടുക്കലും പാർട്ടികളിൽ പറഞ്ഞിട്ടുള്ളതാണ്. താങ്കളെ പോലുള്ള ഇടതുപക്ഷ മാധ്യമ ചാനലുകളുടെയും CPMന്റെയും ലക്ഷ്യം രാഹുലിലൂടെ സതീശനിലും ഷാഫിയിലും എത്തിച്ചേരുക, അവരുടെ കരൾ കൊത്തിപ്പറിച്ചെടുക്കുക, കോൺഗ്രസ് പാർട്ടിയെയും UDFനെയും തകർക്കുക. ഈ ലക്ഷ്യം നിറവേറാൻ ഇനി രാഹുലിനെ വിട്ടുതരില്ല മാഡം. മാഡം ബഹുമാനത്തോടെ പറയട്ടെ, ആ ശശിമാരെ പറ്റിയോ മാല മോഷ്ടിച്ച സഖാവിനെ പറ്റിയോ പൂട്ടിയിട്ട CPM നേതാവിന്റെ മകളെ പറ്റിയോ മാധ്യമങ്ങളിൽ വന്നു കരഞ്ഞ മുകേഷിന്റെ ഭാര്യ സരിതയെ പറ്റിയോ ഗണേഷ് കുമാറിനെ പറ്റിയോ കടമ്പള്ളി ശശീന്ദ്രനെ ശ്രീ രാമനെ പറ്റിയോ വല്ലതും എഴുതുക, വാർത്തകൾ വായിക്കുക. ഇനി രാഹുലിനെ കല്ലെറിയാം, അവർ പാപം ചെയ്യാത്തവർ ആവട്ടെ. ഇതിൽ കുറേയൊക്കെ ഒരു സത്യസന്ധതയുണ്ട്, കുറേയൊക്കെ പറയുന്ന കാര്യങ്ങൾ ഗൗരവമുണ്ട്. കാരണം ഇത്തരത്തിൽ രാഹുലിൻ്റെ പുറകെ തന്നെ ലക്ഷ്മി പത്മ പോകാതെ എത്രയോ പേര് ഇത്തരത്തിലുള്ള ഇതിനേക്കാളും അപ്പുറം അല്ലെ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന അല്ലെ സ്ത്രീകളുടെ അടുത്ത് മോശമായി പെരുമാറുന്ന രാഷ്ട്രീയ നേതാക്കൾ നമ്മളുടെ ഇടയിലുണ്ട്. അവരിലേക്കും കൂടെ പോവുക. ഇപ്പോൾ ഒരു DYSPയുടെ മകളാണ് വീഡിയോ സന്ദേശമായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് വേണ്ടി നിങ്ങളൊന്ന് സംസാരിക്കും. ഈ രാഹുലിനെ മാത്രം എന്തിനാണ് ഇങ്ങനെ പുറകെ നടക്കുന്നത്? അപ്പോൾ അവിടെയൊക്കെയാണ് ലക്ഷ്മി പത്മയ്ക്ക് ഒരു പക്ഷേ തെറ്റുപറ്റിയത്, സൈബർ അറ്റാക്കുകൾ ഉണ്ടാകുന്നത്. എനിക്ക് സൈബർ അറ്റാക്ക് ഉണ്ടായെന്ന് പറയാതെ എവിടെയാണ് നമുക്ക് ഉണ്ടാകും, തീർച്ചയായിട്ടും മറുപടിയും കൊടുക്കണം. ഇപ്പോൾ ലക്ഷ്മി പത്മയോട് കാണിക്കുന്ന ഈ ഒരു അറ്റാക്ക് അത്ര നല്ല ശീലമല്ല. ഇപ്പോൾ ഫർഹ ഫാത്തിമ എന്തിനാണ് അങ്ങനെ ഒരു കമൻറ്റ് ഇട്ടതെന്ന് ചോദിച്ചാൽ അത് തെറ്റായ ഒരു കാര്യം തന്നെയാണ്. അവരുടെ പ്രൊഫൈലിൽ അവർ സാരി ഉടുത്തോ അല്ലെങ്കിൽ അവർ എന്തെങ്കിലും തരത്തിലുള്ള നല്ല കാര്യങ്ങളൊക്കെ അവരിടട്ടെ. രാഹുലിൻ്റെ വിഷയം കഴിഞ്ഞാൽ അത് വീണ്ടും കുത്തിപ്പൊക്കുന്ന ഒരു പക്ഷേ കോൺഗ്രസ് സൈബർ ഇടങ്ങൾ തന്നെയാണ്. എന്തിനാണ് ലക്ഷ്മി പത്മയുടെ പുറകെ നടക്കുന്നത്? അവർക്കെതിരെ എന്തിനാണ് അങ്ങനത്തെ ഒരു അറ്റാക്ക്? അതിൻ്റെ ആവശ്യമില്ല. അവർ അപ്പോഴത്തെ ഒരു കാര്യം പറഞ്ഞാൽ അവർ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്, അവരങ്ങനെ പോകട്ടെ. വീണ്ടും അത് കുത്തിപ്പൊക്കുന്ന കാര്യമില്ല. അതുപോലെ തന്നെ ലക്ഷ്മി പത്മയെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ പറയുന്ന സൈബർ അറ്റാക്കുകൾ വരുമ്പോൾ എല്ലാത്തിനും മറുപടി കൊടുത്തൊന്നും നേരെയാക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ പറയുന്നത് പോലെ ഒരാളിലേക്ക് മാത്രം നിങ്ങൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ മാറ്റുമ്പോൾ തിരിച്ച് നിങ്ങൾക്കും ആരോപണങ്ങൾ നേരിടും. കാരണം രാഹുലിലേക്ക് മാത്രമല്ല, പലവിധ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനും പ്രചരിപ്പിക്കാനും ഒക്കെ ഉണ്ട്. പല കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതിലേക്കൊക്കെ ഒരു ശ്രദ്ധ ചെലുത്തിയ ഒരുപക്ഷെ ഒരു നിഷ്പക്ഷമായിട്ട് തന്നെ നിൽക്കൂ. ഒരു കോൺഗ്രസ് എതിരെ തന്നെ നിൽക്കാതെ ഈ പറയുന്നോണം ഒരു നിഷ്പക്ഷമായിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇത്രത്തോളം അറ്റാക്കുകൾ വരത്തില്ല. എനിക്കും സൈബർ അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. എനിക്കും എന്തെല്ലാം തെറികളാണ് എഴുതിയിട്ടുണ്ട്, കൃത്യമായ മറുപടി കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാത്തിനും ഒന്നും മറുപടി കൊടുക്കാൻ പോയാൽ അതിനേ സമയം കാണും. അതുകൊണ്ട് ആ മറുപടിക്കൊന്നും പോകാതെ നിങ്ങളുടെ ജോലിയൊക്കെ നോക്കൂ. പക്ഷേ ലക്ഷ്മി പത്മയ്ക്ക് ഇപ്പം നേരിടുന്ന അറ്റാക്കിനോട് ഞാൻ യോജിക്കുന്നില്ല. അതൊരു സ്ത്രീക്ക് നേരെ, ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് നേരെ എറിയുന്ന അറ്റാക്കുകളാണ്. അതുപോലെ തന്നെ ലക്ഷ്മി പത്മയോടും പറയാനുള്ളത്, രാഹുലിലേക്ക് മാത്രം ഇങ്ങനെ ആരോപണങ്ങൾ ഉയർത്താതെ നിങ്ങൾ നല്ലൊരു സുഹൃത്താണ് ആ കൂട്ടുകാരിയുടെ എന്നുണ്ടെങ്കിൽ ആ കൂട്ടുകാരിയെ പറഞ്ഞ് മനസ്സിലാക്കി ഒരു പരാതി കൊടുക്കുക, അല്ലേ? അതാണ് ചെയ്യാനുള്ളത്. അല്ലെങ്കിൽ എന്താണ്, ആ കുട്ടി ഇതൊന്നും അറിയാണ്ടാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ കുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് നിങ്ങൾ.
രാഹുലിൻ്റെ കാര്യം വിട്ടേക്കും, ആ കുട്ടിയോട് കൂട്ടുകാരിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. ഇനി ആ കൂട്ടുകാരി പറഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള കാഴ്ചകൾ ഇത്തരത്തിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് നേരിടുന്നത്. കാരണം രാഹുലിന് സൈബർ അറ്റാക്ക് വരത്തില്ല. നിങ്ങൾ ഇങ്ങനെ കുത്തി പഠിപ്പിച്ച് പറയും തോറും അത് രാഹുലിന് പോസിറ്റീവായിട്ടേ വരത്തുള്ളൂ. ഒരു പരാതിയാണ് പോവേണ്ടത് അല്ലെങ്കിൽ അവരുടെ സ്വകാര്യത കാരണം ജീവിതത്തിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക, ഇതോടെ നിർത്തുക. അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇത് അവരവരുടെ ഇഷ്ടമാണ്, അവരവരുടെ താല്പര്യങ്ങളാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണം വരെ ഇങ്ങനെ ഏതവസ്ഥയിൽ എത്തിയെന്നുള്ളത് ആദ്യം ചിന്തിച്ചു നോക്കൂ. അതിൻ്റെ അന്വേഷണം നടത്തൂ, അതിനു വേണ്ടി ഒന്ന് ശ്രമിക്കൂ. ആ പരാതിക്കാരിയെ മുമ്പോട്ട് വെളിച്ചത്തോട്ട് കൊണ്ടുവരൂ. അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പോരാടും, ഒപ്പം ഞങ്ങളും ഉണ്ടാവും, അല്ലേ?